بسم الله الرحمن الرحيم وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് സൗദി അറേബ്യ എന്ന വിഷയത്തിലാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു നിർഭയത നാടിൽ ദീനീ ചിഹ്നങ്ങൾ പ്രകടമായുള്ള ഒരു അനുഗ്രഹീത നാട്ടിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടുമായി ബന്ധപ്പെട്ട അനിവാര്യമായ ചില അറിവുകൾ അത് നമ്മുടെ വിജ്ഞാനങ്ങളിൽ ഇടം നേടേണ്ടതുണ്ട്. ഈ നാട്ടിൽ കളിയാടുന്ന നിർഭയത്വവും ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സുഖ സൗകര്യങ്ങളും അത് ഈ നാടിനോട് ഈറ വെച്ച് പുലർത്തുന്ന ആളുകൾ വരെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സമ്മതിക്കേണ്ടുന്നതായൊരു വസ്തുതയാണ്. ഇവിടെയുള്ള നിർഭയത്വം നിലനിൽക്കുവാനും ദീനി
നിഷ്ഠ അത് തുടരുവാനും മേലായ റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആയിരക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ കളിയാടുന്ന ഈ ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഫദ്ലിനാൽ ഈ അനുഗ്രഹങ്ങൾ ഇവിടെ തുടരുവാൻ ഇതിന് പിന്നിൽ പണിയെടുത്ത, കഠിനാധ്വാനം ചെയ്ത, ആത്മാർത്ഥമായി അധ്വാനിച്ച കുറേ മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഈ നാടിൻ്റെ ചരിത്രം, അത് വളരെ ഹ്രസ്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു നീണ്ട പ്രതിപാദ്യത്തിൻ്റെ വേദിയല്ല ഇത് എന്നതിനാൽ. സൗദി അറേബ്യ, ഇവിടെ ഈ ഭരണകൂടം നിലവിൽ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു നടമാടിയിരുന്നത്, ഇവിടുത്തെ ദീൻ എന്തായിരുന്നു, സാമൂഹിക സ്ഥിതി എന്തായിരുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ എന്തെല്ലാമായിരുന്നു, ഇവിടെ ഭരിച്ചിരുന്നത് മതപരമായി, രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി എന്തായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വർത്തമാനത്തെ ഭൂതകാലവുമായി തട്ടിച്ചാൽ, താരതമ്യം നടത്തിയാൽ അപ്പോഴാണ് നമ്മളുള്ളതായ അനുഗ്രഹങ്ങളെ നമുക്ക് അകമഴിഞ്ഞ് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുക. സൗദി അറേബ്യ ആൽ സഊദ് കുടുംബത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഈ ആൽ സഊദ്? അവരുടെ ചരിത്രവും അവരുടെ കുടുംബവും അറേബ്യൻ തറവാടുകളിൽ ഏതിലേക്കാണ് ചെന്നെത്തുന്നത്? ഇത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൽ സഊദ് എന്ന പേര് ഈ കുടുംബത്തിന് വന്നു ചേരുവാൻ കാരണം സഊദ് ബിൻ മുഹമ്മദ് എന്ന അവരുടെ പ്രപിതാവിലേക്ക് ചേർത്തുകൊണ്ട് ആണ് ഈ നാമകരണം വന്നത്. ആൽ സഊദ് കുടുംബത്തിൽ ഒരു വ്യക്തിത്വമായിരുന്നു സഊദ് ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അറബികൾ തങ്ങളുടെ പിതൃപരമ്പരകളിൽ ഒരു മഹാരഥനിലേക്ക് തങ്ങളെ ചേർത്ത് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് തങ്ങളുടെ കുടുംബ പേരായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കുടുംബത്തിന് ഈ ഒരു നാമകരണമുണ്ടായത്. ആൽ സഊദ് അവർ ചരിത്രപരമായി കുടുംബത്തെ ചേർത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാക്കന്മാരുടെ ശൃംഖലയെടുത്താൽ നിസാർ ഇബ്നു മുഅദ് ഇബ്നു അദ്നാൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാവായ നിസാർ, അദ്ദേഹത്തിന് അറിയപ്പെട്ട രണ്ട് മക്കൾ, ഒന്ന് മുദർ മറ്റൊന്ന് റബിയ. ഇതിൽ റബിയത്തിന്റെ സന്താന പരമ്പരയിലാണ് ബനു ഹനീഫ എന്ന് പറയുന്ന കുടുംബം വരുന്നത്. ഈ ബനു ഹനീഫ എന്ന അറേബ്യൻ ഗോത്രത്തിന്റെ ഉപഗോത്രമാണ് ആൽ സഊദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാർ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, ഹാഷിം തുടങ്ങി ആ ശൃംഖല തുടർന്നു പോയാൽ അത് നിസാർ, പിന്നീട് മുഅദ് ഇബ്നു അദ്നാൻ, അങ്ങനെ പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് ചെന്നെത്തുന്നത്. ഇതിൽ നിസാറിൻ്റെ പുത്രനായ റബിയത്തിന്റെ സന്താന പരമ്പരയിലാണ് ബനു ഹനീഫ ഗോത്രം വരുന്നത്. അവരിലെ ഒരു ഉപഗോത്രമാണ് പിന്നീട് ആൽ സഊദ്.
ബനു ഹനീഫ കുടുംബത്തിൽ മാനിഉൽ മുരീദി എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഹിജ്റയുടെ 850 ദർഇയ എന്ന് പറയുന്ന സ്ഥലം സ്ഥാപിക്കുകയുണ്ടായി. വാദി ഹനീഫ താഴ്വരയുടെ തീരത്ത് മാനിഉൽ മുരീദി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ദർഇയ, ഇന്ന് ദേര എന്ന ആളുകൾ വിളിച്ച് ശീലിച്ച ആ പട്ടണത്തെ സ്ഥാപിക്കുകയും ആല് സഊദ് കുടുംബത്തിൻ്റെ തലസ്ഥാന നഗരി അത് ഈ ദർഇയ എന്ന സ്ഥലം പ്രസിദ്ധമാവുകയും അങ്ങനെ ആല് സഊദിൻ്റെ ഭരണ തലസ്ഥാനം അത് ദർഇയയാണ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാനിഉൽ മുരീദിയാണ് ആല് സഊദിൻ്റെ തലസ്ഥാന നഗരിയുടെ സ്ഥാപകൻ. അത് 850 ആല് സഊദ് കുടുംബത്തിൻ്റെ സ്ഥാപകൻ, അതാണ് നമ്മൾ ഈ പേര് ചേർക്കപ്പെടുന്ന സഊദ് ബിൻ നായിഫ് എന്ന് പറയുന്ന മഹാരഥൻ. ആല് സഊദ് കുടുംബത്തിൻ്റെ ചരിത്രം പ്രസിദ്ധമാകുന്നത്, ലോകം പുറത്തറിയുന്നത് ചരിത്രപ്രസിദ്ധമായ ഒരു ഉടമ്പടിയും കരാറുമായിട്ടാണ്. അതെന്താണ്? ആല് സഊദ് കുടുംബത്തിലെ സഊദ് ബിൻ മുഹമ്മദ് രാജാവിൻ്റെ പുത്രനായ മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാമാണ്. ഇമാം മുഹമ്മദ് ബിൻ സഊദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ഹിജ്റാബ്ദം 1157 ഒരു ഉടമ്പടി ചെയ്യുകയുണ്ടായി. ഈ ഉടമ്പടിക്കപ്പുറമാണ് ആല് സഊദ് ലോക ചരിത്രത്തിൽ പ്രസിദ്ധമാകുന്നത്. എന്താണ് ഉടമ്പടി? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ആരാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി? അദ്ദേഹത്തിലേക്കാണ് ഇന്ന് ശത്രുക്കൾ തെറ്റായി വഹാബി പ്രസ്ഥാനത്തെ ചേർക്കുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വഹാബിയത്ത് എന്ന പേരിൽ ഒരു മദ്ഹബ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദാണ്. വഹാബി പ്രസ്ഥാനം എന്ന പേരിൽ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്നതായി ഈ ആദർശം അദ്ദേഹത്തിൻ്റെ പിതാവായ അബ്ദുൽ വഹാബിലേക്കാണ് യഥാർത്ഥത്തിൽ ചെന്ന് ചേരുന്നത്. ഏതായാലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദീനി കുടുംബത്തിലാണ് ഭൂജാതനാകുന്നത്. തൻ്റെ പിതാവിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ പ്രാഥമിക ഭാഗങ്ങൾ നുകർന്ന ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പലതവണ ഇറാഖിലേക്ക്, വിശിഷ്യ ബസറയിലേക്ക്, പിന്നീട് അഹ്സയിലേക്ക്, അതേപോലെ തന്നെ ഹിജാസിലേക്ക്, വിശിഷ്യ മദീനയിലേക്ക് തൻ്റെ വൈജ്ഞാനിക യാത്രകൾ നടത്തുകയും അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി, ഹദീസ് ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കി, ദീനി വിജ്ഞാനങ്ങളെല്ലാം നുകർന്ന് വളർന്നു വന്നപ്പോൾ ഈ ജസീറത്തുൽ അറബിൻ്റെ സ്ഥിതി തീർത്തും ദയനീയമാണ്. മതപരമായി പതിതനായ ഒരു ജനവിഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ആല് സഊദ് കുടുംബം ഇവിടെ ഭരണമേൽക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ജസീറയുടെ ദീനി അവസ്ഥ എന്നുള്ളതിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നുണ്ട്. ഏതായാലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പഠനങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഉയൈനയിലേക്ക് വന്നെത്തി. അന്ന് ഉയൈന, ദർഇയ, ദിലം, റിയാദ് ഒക്കെ ചരിത്രപ്രസിദ്ധമായ നജിദിലെ സ്ഥലങ്ങളാണ്. ഉയൈനയിൽ വന്നപ്പോൾ അവിടെ ഉസ്മാൻ ബിൻ മുഅമ്മർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി അവിടെ ദഅവത്ത് നിർവഹിക്കുകയാണ്, ഇസ്ലാഹിയ പ്രവർത്തനങ്ങൾ തുടർത്തുകയാണ്. അങ്ങനെ ധാരാളം ജാറങ്ങൾ ആരാധിക്കപ്പെടുന്നതുണ്ടായിരുന്നു, അവകൾ പൊളിക്കപ്പെടുകയുണ്ടായി. ആരാധിക്കപ്പെടുന്ന കുറേ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു, അവ മുറിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കുകയുമുണ്ടായി. ഇത് വിഗ്രഹ പൂജാരികളായ, ജാറ പൂജാരികളായ ആളുകളെ ചൊടിപ്പിക്കുകയും അങ്ങനെ അന്നത്തെ അഹ്സയുടെ അമീറായ സുലൈമാൻ ബിനു
ഉറൈർ എന്ന് പറയുന്ന വ്യക്തി, അന്ന് അഹ്സ ഭരിച്ചിരുന്നത് ആലു ഖാലിദ് കുടുംബമാണ്. അവരുടെ കുടുംബമാണ് ആലു ഹുമൈദ്, ഇന്നത്തെ ഖാലിദികൾ. അവരായിരുന്നു അന്നത്തെ ഇവിടുത്തെ ഭരണം, അഹ്സ, ഖതീഫ് പോലുള്ളവർ. സുലൈമാൻ ഇബ്നു ഉറൈർ എന്ന അഹ്സയിലെ അമീർ ഉഴൈനയിലെ അമീറുമായിട്ട് ബന്ധപ്പെടുകയും അഹ്സയിൽ നിന്നുള്ള സാമ്പത്തിക വരുമാനം കൊണ്ടായിരുന്നു ഉഴൈന അന്ന് ഭരിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സുലൈമാൻ എന്ന് പറയുന്ന അഹ്സയുടെ അമീർ ഉസ്മാൻ ഇബ്നു മഅമ്മറിനോട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ നാട് കടത്തുവാനും ഒഴിവാക്കുവാനും ആവശ്യപ്പെടുകയാണ്. അതില്ല എങ്കിൽ സാമ്പത്തിക സ്രോതസ് അഹ്സയിൽ നിന്ന് ഉഴൈനയിലേക്ക് തടയും എന്ന ഭീഷണി ഉണ്ടായി. അതിൽ പിന്നെ ഉസ്മാൻ ഇബ്നു മഅമ്മർ എന്ന് പറയുന്ന ഉഴൈനയുടെ ഗവർണർക്ക്, അമീറിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തൻ്റെ നാട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട നിർബന്ധാവസ്ഥ ഉണ്ടായി. അത് അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തുറന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉഴൈന വിടാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ദർഇയയിൽ എത്തിപ്പെടുകയും ചെയ്യുന്നത്. ദർഇയ ആല് സഊദ് കുടുംബത്തിൻ്റെ തറവാടാണ് പണ്ട് കാലം മുതലേ. ദർഇയയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എത്തിയപ്പോൾ അന്ന് ദർഇയയിൽ ഭരണം നടത്തുന്നത് മുഹമ്മദ് ബിൻ സഊദ്, ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഹൃദ്യമായി സ്വീകരിച്ചു. മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ മുദാവി എന്ന് പറയുന്ന മഹദി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്ത് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്തപ്പോൾ ഭർത്താവായ ഇമാം മുഹമ്മദ് ബിൻ സഊദിനോട് പറഞ്ഞു ഷെയ്ഖിനെ സ്വീകരിക്കുവാൻ, അദ്ദേഹത്തെ ആദരിക്കുവാൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രാർത്ഥന അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഭാര്യയാണ്, അഥവാ ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യയാണ് ഷഫാഅത്ത് ചെയ്യുന്നത്. ആ ഷഫാഅത്തിൽ, അതേപോലെ തന്നെ ഷെയ്ഖിനോടുള്ള മഹബ്ബത്തിൽ മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൻ്റെ നാട്ടിൽ സ്വീകരിക്കുകയാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അന്ന് ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞ ഒരു വിഷയം അതിപ്രകാരമാണ്. എന്താ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞത്? അബ്ശിർ വാന ഉബശ്ശിറുക ബിൽ ഇസ്സി വതംകീൻ വന്നസ്റിൽ മുബീൻ. ഷെയ്ഖ് പറയാണ് ഇമാം മുഹമ്മദ് ബിൻ സഊദിനോട്, നിങ്ങൾക്ക് പ്രതാപമുണ്ടാകുമെന്നും ഭൂമിയിൽ സ്വാധീനമുണ്ടാകുമെന്നും സുവ്യക്തമായ വിജയമുണ്ടാകുമെന്നും ഞാനിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. വഹാദിഹി കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മൻ തമസ്സക ബിഹ, ആരാണോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കുന്നത്, വ അമില ബിഹ, അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, വനസറഹ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ആരാണോ സഹായിക്കുന്നത്, മലക ബിഹൽ ബിലാദ വൽ ഇബാദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അയാൾക്ക് നാടുകളെയും നാട്ടുകാരെയും ഉടമപ്പെടുത്തുവാൻ സാധിക്കും. വഹിയ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കലിമത്തു തൗഹീദാണ്. വഅവ്വലു മാ ദഅത് ഇലൈഹി റുസുലു മിൻ അവ്വലിഹിം വആഖിരിഹിം, നബിമാർ മുർസലീങ്ങൾ ആദ്യാന്തം ഉള്ള എല്ലാ നബിമാരും മുർസലീങ്ങളും ആദ്യമായി ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്തത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ സ്വീകരിക്കുക, ഇത് മുറുകെ പിടിക്കുക, ഇതിലേക്ക് ക്ഷണിക്കുക, ഇതിനെ സഹായിക്കുക. നിങ്ങൾക്ക് പ്രതാപവും ഭൂമിയിൽ സ്വാധീനവും സുവ്യക്തമായ വിജയവും ഉണ്ടാകും എന്ന് ഞാനിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് അന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അന്ന് പറയുകയുണ്ടായത്. ഈ വർത്തമാനത്തിൽ മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ആകൃഷ്ടനായി. അബ്ശിർ ബി ബിലാദിൻ ഖൈറും മിൻ ബിലാദിക് വ അബ്ശിർ ബിൽ ഇസ്സതി
വൽ മൻഅ. മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞത്, നിങ്ങളുടെ നാടിനേക്കാൾ നല്ല നാട് അതാണ് ദർഇയ്യ, അത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കുവാൻ ഒരു പ്രശ്നമല്ല, അതിൽ സന്തോഷിക്കുക, നിങ്ങൾക്ക് എല്ലാവിധ സുരക്ഷിതത്വവും ഉണ്ടാകും എന്നതിലും സന്തോഷിക്കുക എന്ന് പറഞ്ഞാണ് ഷെയ്ഖിനെ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത് എന്നാണ്. അങ്ങനെ ദീനിനെ സഹായിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സഹായിക്കാം. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദർഇയ്യ വിട്ടു പോകാൻ പാടില്ല തുടങ്ങിയതായ വ്യവസ്ഥകളിൽ 1157 ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഒരു കരാർ ചെയ്യുകയുണ്ടായി, ഉടമ്പടി ചെയ്യുകയുണ്ടായി. ഈ ഉടമ്പടിക്കപ്പുറമാണ് ആല് സഊദ് കുടുംബം ലോകത്തിൻ്റെ ചരിത്രത്തിൽ പ്രസിദ്ധമാവുകയുണ്ടായത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഒന്നിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ തുടർത്തുകയുണ്ടായി. ദീനീ പ്രവർത്തനങ്ങൾ, ഭൗതികമായ രാഷ്ട്രീയമായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ, നവജാഗരണ പ്രവർത്തനങ്ങൾ. അങ്ങനെ ആ പ്രവർത്തനം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അനുഗ്രഹിക്കപ്പെടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഔദാര്യം അതിൽ വർഷിക്കപ്പെടുകയും പിന്നീടാണ് ആല് സഊദ് കുടുംബം അവരുടെ സ്വാധീനം ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ, ഉപഭൂഖണ്ഡത്തിൽ വളർത്തുകയും അത് പോഷിപ്പിക്കുകയും ചെയ്യുകയുണ്ടായത്. ഇവിടെ ആല് സഊദ് കുടുംബം അവരുടെ ഭരണം പല ഘട്ടങ്ങളിലായിട്ടാണ്. ജസീറയിൽ അവർ പിടിമുറുക്കിയതിന് ശേഷം സുസ്ഥിരത അബ്ദുൽ അസീസ് ബിൻ അബ്ദുർ റഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജസീറയെ ഏകോപിച്ചുകൊണ്ടുള്ളതായ ഭരണം വന്നതിന് ശേഷമാണ്. അത് 1300 അത് പിൽക്കാലങ്ങളിലാണ്. എന്നാൽ ആല് സഊദിൻ്റെ ഭരണം ഈ ഇത്തിഫാഖിന് ശേഷം അതിന് പല ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ചരിത്രകാരന്മാർ അതിനെ 3ആയി വിഭജിച്ചു. അതിൽ ഒന്ന് 1157 മുതൽ 1232 വരെയുള്ള കാലഘട്ടമാണ്. 2 ഇമാമുമാർ മുകളിൽ പറഞ്ഞ വിധം അവർ ഐക്യത്തിലാവുകയും അവർ ഒന്നിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ 1232 ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ വാക്താക്കൾ അവർ അറേബ്യൻ ഉപദ്വീപിനെ ആക്രമിക്കുകയും ഇവരുടെ കയ്യിൽ നിന്ന് ഭരണം അവർ പിടിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1240 മുതൽ 1309 വരെയുള്ള കാലഘട്ടമാണ്. ആല് സഊദ് കുടുംബത്തിലെ തുർക്കി ഇബ്നു അബ്ദുള്ള റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാനിയ ഭരണാധികാരികളിൽ നിന്ന് നാടിനെ തിരിച്ചു പിടിച്ച് അവരുടെ ഭരണം തിരിച്ചു പിടിക്കുകയുണ്ടായി. അങ്ങനെ നജിദിലെ പല നാടുകൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ വാക്താക്കളിൽ നിന്ന് പലതവണയായിട്ടാണ് അദ്ദേഹം സ്വതന്ത്രമാക്കുകയുണ്ടായത്. പക്ഷേ ഹായിൽ അന്ന് ഭരിച്ചിരുന്നത് ആല് റഷീദ് കുടുംബമാണ്. റഷീദികൾ, ഇന്നത്തെ ഷമ്മരികളൊക്കെ ആ വകുപ്പിൽപ്പെട്ടവരാണ്. അവരിൽപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുള്ള ഇബ്നു റഷീദ് എന്ന് പറയുന്ന വ്യക്തി 1309 ആല് സഊദിൽ നിന്ന് അധികാരം അവർ പിടിച്ചു വാങ്ങുകയുണ്ടായി, ആലു റഷീദ്. അങ്ങനെ ആല് സഊദിന് അവരുടെ തുടർഭരണം നഷ്ടപ്പെടുകയുണ്ടായി. പിന്നീട് 1319 ആല് സഊദിന് ഭരണം കിട്ടുന്നത് റിയാദ് തിരിച്ചു പിടിക്കുന്നതിലൂടെ. റിയാദ് തിരിച്ചു പിടിച്ചത് 1319 അത് അബ്ദുൽ അസീസ് ബിൻ അബ്ദുർ റഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇന്നത്തെ ഭരണാധികാരികളുടെ പിതാവായ, സൗദി ഭരണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ പ്രസിദ്ധനായ
മുഅസ്സിസുദ്ദൗല അസ്സഊദിയ, സൗദി രാഷ്ട്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് ഇന്ന് പ്രസിദ്ധനായ അബ്ദുൽ അസീസ് രാജാവാണ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ റിയാദിനെ തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിന് നാന്ദി കുറിക്കുന്നത്. അബ്ദുൽ അസീസ് രാജാവ് 1319 തൻ്റെ വിജയഗാഥക്ക് തുടക്കം കുറിച്ച്. അങ്ങനെ അദ്ദേഹം നിപുണരായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്കറിയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ 3 ഘട്ടങ്ങൾ ആൽ സഊദിൻ്റെ ഭരണം ഇവിടെ ഈ അറേബ്യൻ ഉപദ്വീപിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അറേബ്യൻ ഉപദ്വീപ് തീർത്തും ഛിന്ന ഭിന്നമായിരുന്നു. രാഷ്ട്രീയപരമായി, ഭൂമിശാസ്ത്രപരമായി തീർത്തും ഛിന്ന ഭിന്നമായിരുന്നു. അന്ന് ഹിജാസ്, ജസീറയിൽ ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക, മദീന, തായിഫ് തുടങ്ങിയതായ ഭാഗങ്ങൾ, അത് ഉസ്മാനിയ, ഒട്ടോമിയൻ തുർക്കികൾ എന്ന് പറയില്ലേ, തുർക്കികളുടെ അധീനതയിൽ അഷ്റാഫുകളായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. നജിദ് എന്ന് പറയുന്ന അറേബ്യൻ ഉപഖണ്ഡത്തിലെ ഈ മരുപ്രദേശം, ഭൂരിഭാഗവും മരുപ്രദേശം, നജിദ് പല കുടുംബക്കാരുടെ കയ്യിലായിരുന്നു. ഉയൈന ഭരിച്ചിരുന്നത് ആല് മുഅമ്മറാണ്. നമ്മൾ അവരെ കുറിച്ച് കേൾക്കുകയുണ്ടായി. ദർഇയ നമ്മൾ പറഞ്ഞു, അത് ആല് സഊദിൻ്റെ തറവാടാണ്. അവരായിരുന്നു അത് ഭരിച്ചിരുന്നത്. ദിലം ആല് സാമിലിൻ്റെയും റിയാദ് ദിഹാം ഇബ്നു ദവാസിൻ്റെയും കയ്യിലായിരുന്നു. എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളായിരുന്നു നജിദിനെ ഭരിച്ചിരുന്നത് എന്നാണ്. ഹായിൽ നമ്മൾ പറഞ്ഞതുപോലെ അത് ആലു റഷീദിൻ്റെ കയ്യിലായിരുന്നു. അഥവാ റഷീദ് കുടുംബം, അവരായിരുന്നു ഹായിലിനെ ഭരിച്ചിരുന്നത്. ഷമ്മരികൾ എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധരായവർ അവരുടെ ഉപഗോത്രമാണ്. ഏതായാലും ഇതായിരുന്നു നജിദിൻ്റെ ഈ മരുപ്പറമ്പിൻ്റെ ജസീറത്തുൽ അറബിലെ വിശാലമായ മരുപ്പറമ്പിൻ്റെ ഭൂരിഭാഗവും മരുപ്രദേശമായിട്ടുള്ളതായ ഈ ഭാഗത്തിൻ്റെ അവസ്ഥ. തെക്ക് ജീസാൻ, അതേപോലെ തന്നെ നജ്റാൻ പോലുള്ളതായ നാടുകൾ, അത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ജാസാനെ സംബന്ധിച്ചിടത്തോളം ആലി ഇദ്രീസ് അവിടെ ഭരിച്ചിരുന്നു. ആലി ഇദ്രീസും അഷ്റാഫുകളാണ്. അവരും ഒട്ടോമിയൻ തുർക്കികൾ എന്ന പേരിൽ തുർക്കികളായ ഉസ്മാനിയ ഭരണാധികാരികളുടെ നിഴലുകളായിരുന്നു ജീസാൻ പോലുള്ളതായ നാടുകളിൽ. അവർക്കാണ് ആലു ഇദ്രീസ് എന്ന് പറയുക. അവരും അഷ്റാഫുകളാണ്. നജ്റാനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ നജ്റാന്റെ ഭരണം അത് യാമികൾ എന്ന് പറയുന്ന, യാമിയ എന്ന് പറയുന്നതായ ഗോത്ര, അത് പല ഉപഗോത്രങ്ങളാണ്, അവരുടെ കയ്യിലായിരുന്നു. കിഴക്ക് ഭാഗം ഇപ്പം നമ്മളുള്ള സ്ഥലം അന്നില്ല, ഇതൊക്കെ സമുദ്ര ഭാഗങ്ങളാണ്. പക്ഷെ അഹ്സയും ഖതീഫുമൊക്കെ ഞാൻ പറഞ്ഞു, അത് ആലു ഖാലിദ് എന്ന് പറയുന്ന അവരുടെ ഉപഗോത്രമായ ആലു ഹുമൈദിൻ്റെ കയ്യിലായിരുന്നു. ഖാലിദികളായിരുന്നു അന്ന് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഈ ജസീറയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതിനെ ആരെല്ലാമാണ് മുറിച്ചു ഭരിച്ചിരുന്നത്? ആല് സഊദ് കുടുംബത്തിൻ്റെ ഭരണ നേതൃത്വം അതിൻ്റെ സ്ഥാപകനായ ഇമാം അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ ഏകീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ജസീറയുടെ ഭരണം അതെങ്ങനെയായിരിക്കും? ഹിജാസ് വേറെ, ജാസാൻ വേറെ, നജ്റാൻ വേറെ, ഹായിൽ വേറെ, നജിദ് വേറെ, ഈ കിഴക്കൻ പ്രവിശ്യകൾ അത് വേറെ. വിവിധങ്ങളായ, വിവിധ സ്വഭാവക്കാരായ, വിവിധ താൽപ്പര്യക്കാരായ ഗോത്രവർഗത്തിൻ്റെ പക്ഷപാതിത്വത്തിൽ തമ്മിൽ തല്ലുന്ന, പോരടിക്കുന്ന കുറേ ആളുകൾ അവരുടെ കയ്യിലായിരുന്നു ഈ ജസീറ.
കണ്ടം തുണ്ടമായി എന്ന് പറയില്ലേ, അതേപോലെ ഈ കണ്ടം തുണ്ടമായ ഒരു നാടിനെയാണ് അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹി ഏകീകരിക്കുകയും, അതാണ് തൗഹീദുദ് ദൗല, ദൗലത്തിനെ ഏകീകരിക്കുക എന്ന മഹത്തായ ധർമ്മം നിർവഹിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തത്. അതിൽ പിന്നെയാണ് ഇവിടെയുള്ള തമ്മിൽ തല്ലും, ഗോത്രപ്പോരുകളും വഴക്കുകളും, അതേപോലെ തന്നെ ചൂഷണങ്ങളും, അതേപോലെ തന്നെ ഇവിടെ നടമാടിയിരുന്നതായ വിവിധങ്ങളായ അധാർമികതകൾ അതൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടുകയും ഉണ്ടായത്. അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ സ്ഥാപകനാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം 1293 ഹിജ്റയുടെ 1293 ഭൂജാതനാകുന്നത്. ആൽ സഊദ് കുടുംബം ദീനീ നിഷ്ഠയിൽ അറിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി രാജാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം സീറത്ത് ഇബ്നു ഹിഷാം വായിക്കുമായിരുന്നു, ഇമാം തബരിയുടെ താരീഖുൽ മുലൂക്ക് വായിക്കുമായിരുന്നു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ബിദായ വന്നിഹായ വായിക്കുമായിരുന്നു. ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര വായന ഈ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തഫ്സീറുകളിൽ അദ്ദേഹം ഇമാം തബരിയുടെ തഫ്സീർ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ, അതേപോലെ ഇമാം ബഗവിയുടെ തഫ്സീർ, ഇതൊക്കെ തഫ്സീറും ബിൽ മഅ്സൂറാണ്. ഇതായിരുന്നു അദ്ദേഹം പാരായണം ചെയ്തിരുന്നത്. ഇമാം നവവിയുടെ അൽ അർബഈൻ അൻ നവവിയ, അതേപോലെ തന്നെ ബുലൂഗുൽ മറാം, ഈ ഹദീസ് ഗ്രന്ഥങ്ങളെ അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. അർ റഹബിയ എന്ന പേരിലൊരു അനന്തരാവകാശ നിയമങ്ങളെ പഠിപ്പിക്കുന്ന കാവ്യസമാഹാരമുണ്ട്. അത് അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹി മനഃപ്പാടമാക്കിയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൽ സാദുൽ മുസ്തഖ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹംബലി ഫിഖ്, അതേപോലെ അൽ ഇൻസാഫ് അഷ്റഹുൽ കബീർ, ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ച മഹാനായിരുന്നു അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തീർത്തും മതപഠനത്തിലും ദീനീ നിഷ്ഠയിലും വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് അൽ മലിക് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ചില ജീവിത ഭാഗങ്ങൾ അനിവാര്യമായും സൗദി അറേബ്യയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീനീ നിഷ്ഠയെ അറിയിക്കുന്ന ഒരു പ്രസംഗം രേഖപ്പെടുത്തിയത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരമാണ്. അദ്ദേഹം പ്രസംഗിച്ചതായി ഇപ്രകാരമാണുള്ളത്: ഇസ്മഉ അയ്യുഹൽ ഇഖ്വാൻ, സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുക. അദ്ദേഹം ആളുകളെ വിളിച്ചിട്ട് പറയാണ്, സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുക. അന ഇൻദി അംറാൻ, എൻ്റെ കയ്യിൽ 2 കാര്യങ്ങളുണ്ട്. ലാ അതഹാവനു ഫീ ശൈഇൻ മിൻഹുമ, അതിൽ ഞാൻ ഒരിക്കലും തഹാവുനിലാകൂല, ഞാൻ അലസനാവുകയില്ല. വല അതവാന ഫിൽ ഖദാഇ അലാ മൻ യുഹാവിലു നൈല മിൻഹുമ, വല്ലവരും എൻ്റെ കയ്യിലുള്ള ഈ 2 കാര്യങ്ങളെ മോശമായി സമീപിക്കുന്നുവെങ്കിൽ അവരുടെ കഥ കഴിക്കുന്നതിൽ ഞാൻ അകന്നു നിൽക്കുകയും സാവകാശം കാണിക്കുകയുമില്ല. വലൗ ബിശഅരിഹി, തൻ്റെ കയ്യിലുള്ള ഒരു രോമം കൊണ്ടാണ് ഈ 2 കാര്യങ്ങളെ ഒരാൾ മോശമായി സ്പർശിക്കുന്നതെങ്കിൽ അയാളെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ് അൽ മലിക് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്താണ് ആ 2 കാര്യങ്ങൾ? അതായത് ഒരിക്കലും ഞാൻ അലസനാവാത്ത, ആരെങ്കിലും മോശമായിട്ട് സമീപിക്കുകയാണ് എങ്കിൽ അവനെ പിടികൂടി ശിക്ഷിക്കാതെ ഞാൻ വിട്ടുനിൽക്കാത്ത കാര്യങ്ങൾ 2 ഏതാ? അദ്ദേഹത്തിൻ്റെ വൈയക്തികപരമായിട്ട, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ കുടുംബപരവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. അതിൽ ഒന്നാമത്തേത് അൽ അവൽ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി ഇന്നി വല്ലാഹ് വബില്ലാഹ് വതല്ലാഹ് ഉഖദ്ദിമു ദമി വദമ ഔലാദി വകുല്ല ആലി സഊദ് ഫിദാഅൻ ലിഹാദിഹിൽ കലിമതി ലാ അദുന്നു ബിഹി. സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് പറയില്ല, അതുപോലത്തെ വരികളാണ്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് കലിമത്തു തൗഹീദ്, ഒന്നാമത്തേത് കലിമത്തു തൗഹീദാണ്. ഏതാണ് കലിമത്തു തൗഹീദ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ട് അദ്ദേഹം പിന്നെ പറയുന്നത് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് അല്ലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്നി, തീർച്ചയായും ഞാൻ, വല്ലാഹി വബില്ലാഹി വതല്ലാഹ്, അള്ളാഹുവാണ് സത്യം. സത്യം ചെയ്ത് പറയുമ്പോൾ നോക്കി നിങ്ങൾ, വല്ലാഹി അള്ളാഹുവാണ് സത്യം, തല്ലാഹി അള്ളാഹുവാണ് സത്യം, ബില്ലാഹി അള്ളാഹുവാണ് സത്യം. 3 പ്രാവശ്യമാണ് അദ്ദേഹം സത്യം ചെയ്യുന്നത്, 3 ശൈലിയിൽ. എന്നിട്ട് എന്താ പറയുന്നത്? ഉഖദ്ദിമു ദമി, എൻ്റെ രക്തം ഞാനിതാ സമർപ്പിക്കുന്നു, വദമ ഔലാദി, എൻ്റെ മക്കളുടെ രക്തം ഞാനിതാ സമർപ്പിക്കുന്നു, വകുല്ല ആലി സഊദ്, വകുല്ലി ആലി സഊദ്, ആലി സഊദിന്റെ മുഴുവൻ മെമ്പർമാരുടെ ഈ രക്തം ഞാനിതാ സമർപ്പിക്കുന്നു. ആർക്ക്? ഫിദാഅൻ ലിഹാദിഹിൽ കലിമ, ഈ കലിമത്തിന് പ്രായശ്ചിത്തം എന്നോണം. അതായത് ഈ കലിമത്തിനുള്ള ഫിദാ എന്നോണം എൻ്റെ രക്തം, എൻ്റെ മക്കളുടെ രക്തം, എൻ്റെ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരുടെ ഈ രക്തം ഞാനിതാ സമർപ്പിക്കുന്നു. ലാ അദുന്നു ബിഹി, അതിൽ ഞാൻ ഒരിക്കലും പിശുക്കുകയില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ ആ മഹാന്റെ ദീനി നിഷ്ഠ എത്ര മഹത്തരായിരിക്കും, അദ്ദേഹം വളർന്ന ആ ദീനി സാഹചര്യം എത്ര ഗംഭീരമായിരിക്കും. അതാണ് അൽ മലിക് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദീനി നിഷ്ഠയുടെ ഒരു ഉദാഹരണമായിട്ട് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അദ്ദേഹം വലിയ ഔദാര്യവാനായിരുന്നു, അദ്ദേഹം വളരെ ധീരനായിരുന്നു, അദ്ദേഹം തികഞ്ഞ നീതിമാനായിരുന്നു എന്നതൊക്കെ ചരിത്രത്തിൽ കുറേ സംഭവങ്ങൾ എടുത്തുധരിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ഇബ്നു സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വാർഷിക ബജറ്റ് പലതവണ തിരുത്തി എഴുതേണ്ടിയിരുന്നു എന്നാണ്. കാരണം എന്താ? അദ്ദേഹം ബൈത്തുൽ മാലിലുള്ളതൊക്കെ അദ്ദേഹം ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ അവശർക്കുമൊക്കെ അദ്ദേഹം വാരിക്കോരി ചെലവഴിക്കുമായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് തിരുത്തി എഴുതേണ്ട സ്ഥിതിയായിരുന്നു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതായ മന്ത്രിക്ക് പണി എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലർ പറഞ്ഞത് ഇപ്രകാരമാണ്: യുഫദ്ദിലു അബ്ദുൽ അസീസ് അൻ യസ്തൗലി അലാ അഹ്ലിൽ ബിലാദ് ബിസഖാഇഹി ലാ ബിസിലാഹിഹി. അൽ മലിക് അബ്ദുൽ അസീസ് ലോകത്തെ കീഴ്പ്പെടുത്തുന്നത് തൻ്റെ സഖാവ് കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ്, ലാ ബിസിലാഹിഹി, തൻ്റെ ആയുധങ്ങൾ കൊണ്ടല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയാണ് ആളുകളെ ഉടമപ്പെടുത്തിയിരുന്നത് എന്നാണ്, തൻ്റെ ഔദാര്യം കൊണ്ട്, ആയുധം കൊണ്ടല്ല എന്നാണ്. ഒരു വ്യക്തി അദ്ദേഹത്തെ മുഖം കാണിച്ച് 100 ജുനൈഹ് സ്വർണം കടബാധ്യതയുള്ളവനാണ് താൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 1000 ജുനൈഹ് നൽകി അദ്ദേഹത്തെ സഹായിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചത് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം, ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഔദാര്യം, അദ്ദേഹം വളർന്നതായ ദീനീ സാഹചര്യം അദ്ദേഹത്തെ വളർത്തിയത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനാണ്. പുത്രനായ അൽ മലിക് ഫൈസൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉപ്പയെക്കുറിച്ച് പറയാണ്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ മക്കൾ കുറേയാണ്. അതിൽ ഭരണാധികാരിയായത് പിൽക്കാലത്ത് അബ്ദുൽ അസീസ് രാജാവിന് ശേഷം സഊദ് രാജകുമാരൻ, പിന്നീട് ഫൈസൽ രാജകുമാരൻ, പിന്നീട് ഖാലിദ്, പിന്നീട് ഫഹദ്, പിന്നീട് അബ്ദുള്ള രാജകുമാരൻ. അതിൽ സഊദ്, ഫൈസൽ, ഖാലിദ്, ഫഹദ് അവർ മരണപ്പെട്ടു റഹ്മത്തുള്ളാഹി അലൈഹിം. ഇപ്പോൾ ഭരിക്കുന്നത് അബ്ദുള്ള രാജകുമാരനാണ്, ഹഫിളഹുല്ലാഹ് വറഅഹ്. ഏതായാലും വാപ്പയെക്കുറിച്ച് മകൻ പറയുന്നത്, ഇന്ന വാലിദി ലാ യുഫർരിഖു ബൈനന വബൈന അബ്നാഇ ശഅബിഹി. ഇന്ന വാലിദി, എൻ്റെ വാപ്പ, അബ്ദുൽ അസീസ് രാജാവിനെ കുറിച്ച് പറയാണ്, ലാ യുഫർരിഖു ബൈനന വബൈന അബ്നാഇ ശഅബിഹി, ഞങ്ങൾ മക്കൾക്കിടയിലും
അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ മക്കൾക്കിടയിലും വേർതിരിവ് കൽപ്പിക്കുമായിരുന്നില്ല. വലൈസ ലിൽ അദാലത്തി മീസാനാനി യസിനു ബി അഹദിഹിമാ ലി അബ്നാഇഹി വയസിനു ബി ആഖറ ലി അബ്നാഇ ഷാം. അദ്ദേഹത്തിന് 2 തുലാസ് ഉണ്ടായിരുന്നില്ല. തൻ്റെ മക്കളെ തൂക്കാൻ ഒരു തുലാസ്, നാട്ടുകാരെ തൂക്കാൻ മറ്റൊരു തുലാസ്, ഇങ്ങനെ 2 തുലാസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഫൽകുല്ലു സവാഉൻ ഇൻദഹു വൽകുല്ലു അബ്നാഉഹു. സ്വന്തം മക്കളും നാട്ടുകാരുടെ മക്കളും അദ്ദേഹത്തിന് മുന്നിൽ തുല്യരായിരുന്നു. വൽകുല്ലു അബ്നാഉഹു, എല്ലാവരും അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു എന്നാണ് അൽ മലിക് ഫൈസൽ പിതാവായ അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഉണർത്തുന്നത്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ ആ വിഷയത്തിലുള്ള തത്വം തന്നെ ലാ യദൂമുൽ മുൽക്ക് ഇല്ലാ ബിദൗലത്തിൻ ആദില. ഭരണം നിലനിൽക്കണമെങ്കിൽ ഭരണകൂടം നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. അവർക്ക് മാത്രമാണ് ഭരണം നിലനിർത്താനാവുക എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തന്നെ. അതുകൊണ്ട് തന്നെ നീതിനിഷ്ഠമായ ഭരണമായിരുന്നു അദ്ദേഹം നിർവഹിച്ചിരുന്നത് എന്നാണ്. അബ്ദുൽ അസീസ് ഇബ്ൻ അബ്ദുർ റഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി റിയാദിനെയാണ് ആദ്യം വിജയിച്ചടക്കുകയുണ്ടായത്. ചരിത്രപ്രസിദ്ധമായ ചില സംഭവങ്ങൾ അരങ്ങേറിയിട്ടാണ് റിയാദിനെ അദ്ദേഹം പിടിച്ചടക്കുകയുണ്ടായത്. കുവൈത്തിൽ നിന്ന് അവിടെയുള്ള ഭരണാധികാരികളോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ ആൽ സഊദിനോടൊപ്പം വന്ന അബ്ദുൽ അസീസ് രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ ധീരതയാൽ നാട് വെട്ടിപ്പിടിച്ചടക്കണമെന്നതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ ജസീറയും വിശിഷ്യ ആൽ സഊദിൻ്റെ തറവാടായ ദറയയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും തീർത്തും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ നാട് ശുദ്ധീകരിക്കപ്പെടണമെന്ന നല്ല നിയ്യത്തിനാൽ അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ അടുത്ത ആളുകളിൽ നിന്നും 60 പേരെയും കൊണ്ടാണ് കുവൈത്തിൽ നിന്ന് തൻ്റെ പിതാവിനോട് അനുവാദം ചോദിച്ച് വരികയും അങ്ങനെ റിയാദിനെ തൻ്റെ കീഴിലാക്കുകയും ചെയ്തത്. ചില പ്രസിദ്ധമായ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസം അത് ഹിജ്റയുടെ 1319 ഷവ്വാൽ 5-നായിരുന്നു റിയാദിനെ അദ്ദേഹം തിരിച്ചു പിടിച്ചത്. അഥവാ 901 ജനുവരി 15-ന്. അങ്ങനെ അദ്ദേഹം റിയാദിൽ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചതിന് ശേഷം ഓരോ നാടുകളെയും ഉനൈസ, ബുക്കൈരിയ തുടങ്ങി ഓരോ നാടുകളെയും, പിന്നീട് അഹ്സ, അതേപോലെ തന്നെ അസീർ, ഹായിൽ, ത്വായിഫ്, പിന്നീട് മക്ക, മദീന, ജിദ്ദ, ഈ ക്രമത്തിലാണ് അദ്ദേഹം ഓരോ നാടുകളെയും കീഴ്പ്പെടുത്തുകയും അങ്ങനെ തൻ്റെ ആധിപത്യം അവിടങ്ങളിൽ ഉറപ്പിക്കുകയും അവസാനം 1932 ക്രിസ്താബ്ദം 1932 അദ്ദേഹം ഈ നാടുകളെയെല്ലാം തൻ്റെ സൈനിക പടയോട്ടത്തിലൂടെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവസാനമായിട്ടാണെന്ത് മക്ക, മദീന, ജിദ്ദ ഇവിടങ്ങളിൽ പിടിമുറക്കം നടത്തുന്നത്. അതിനുശേഷം തായിഫിൽ അദ്ദേഹം ഒരു സമ്മേളനം വിളിക്കുകയും ആ സമ്മേളനത്തിൽ 1932 വിവിധ പേരുകളിൽ അറിയപ്പെട്ട ഈ ജസീറയുടെ പേര് അൽ മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ അൽ മംലക്കത്തു അറബിയ്യത്തു സഊദിയ എന്ന പേരിൽ ഈ ജസീറത്തുൽ അറബിൽ ഇന്ന് സൗദി അറേബ്യയുടെ കീഴിലുള്ള മുഴുവൻ നാടുകളെയും അദ്ദേഹം ഏകീകരിക്കുകയും ചെയ്തു. അതാണ് തൗഹീദുദ് ദൗല, രാഷ്ട്രത്തെ ഏകീകരിക്കുക എന്നുള്ള പ്രക്രിയ. ഈ പ്രക്രിയ നിർവഹിച്ചത് നീണ്ട 30 വർഷത്തെ ശ്രമങ്ങൾക്ക് ശേഷം. അദ്ദേഹം റിയാദ് പിടിച്ചടക്കിയിട്ട്
30 വർഷത്തെ കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഈ പറഞ്ഞ നാടുകൾ ഉനൈസ, ബുക്കൈരിയ, ഹായിൽ, അഹ്സ, അതേപോലെ തന്നെ മറ്റു അറേബ്യൻ ജസീറയിലെ നാടുകളൊക്കെ കീഴ്പ്പെടുത്തുന്നതിൽ. അവസാനം മക്കയും മദീനയും ജിദ്ദയും ഒക്കെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അപ്പോഴത്തേക്ക് 30 വർഷം അദ്ദേഹം പ്രയത്നിക്കുകയും തൻ്റെ പടയോട്ടം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെയാണ് ഇതിനെ ഏകീകരിക്കുകയും വിവിധ മേൽക്കോയ്മകളും ഭരണങ്ങളും ഉണ്ടായിരുന്ന മേൽക്കോയ്മകളെ മുഴുവൻ അവസാനിപ്പിച്ചു. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പല അഷ്റാഫുകളും ഭരണം നടത്തിയിരുന്നു, അതിനെ അവസാനിപ്പിച്ചു. പല അറേബ്യൻ ഗോത്രങ്ങളും പല ഭാഗങ്ങളും ഭരിച്ചിരുന്നു, ആ ഭരണങ്ങളും അവസാനിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭരണത്തിന് കീഴിൽ ഈ അൽ മംലക്കത്തുൽ അറബിയത്ത് സൗദി എന്ന നാമകരണത്തിൽ ഈ സൗദി അറേബ്യയെ അദ്ദേഹം ഏകീകരിക്കുകയുണ്ടായി. അതാണ് നമ്മൾ കേൾക്കുന്ന അറബി ഭാഷയിൽ കേൾക്കുന്നതായ തൗഹീദുദ് ദൗല, രാഷ്ട്രത്തെ ഏകീകരിക്കൽ പ്രക്രിയ. അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹിയെ മുഅസ്സിസുദ് ദൗല അല്ലെങ്കിൽ മുവഹിദുദ് ദൗല എന്നാ പറയാം. ഈ രാഷ്ട്രത്തെ ഏകീകരിച്ചവൻ, ആ ഏകീകരണ പ്രക്രിയയാണ് അദ്ദേഹം നീണ്ട 30 വർഷത്തിലൂടെ ഇവിടെ നടത്തുകയുണ്ടായത്. അങ്ങനെ ഈ നാടിനെ അദ്ദേഹം തൗഹീദിൻ്റെ നാടാക്കി, ഏകീകരണത്തിൻ്റെയും വിശ്വാസരംഗത്ത് തൗഹീദിൻ്റെയും നാടാക്കുകയുണ്ടായി. അതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം. എന്താ ജസീറത്തുൽ അറബിൻ്റെ ആലി സഊദ് ഭരണം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പുള്ള ദീനി അവസ്ഥ? അത് മനസ്സിലാക്കുവാൻ ഒരു കവിത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കാം. കവിതയിൽ പറയുന്നത്, അലദ്ദീനി ഫല്യബ്കി ദവുൽ ഇൽമി വൽ ഹുദ ഫഖദ് തമസത് ആലാമഹു ഫിൽ അവാലിമി വഖദ് സാറ ഇഖ്ബാലുൽ വറ വഹ്തിയാലുഹും അലാ ഹാദിഹി ദുനിയ വജംഇ ദറാഹിമി വഅബ്ദി അജീബ മിനൽ ഹുസ്നി വൽ അസ അലാ ഖില്ലത്തിൽ അൻസാരി മിൻ കുല്ലി ഹാസിമി. ദീനിന്റെ വിഷയത്തിൽ അറിവുള്ളവരും ഹുദയുള്ളവരും സന്മാർഗമുള്ളവരും കരയട്ടെ എന്നാണ്. കാരണം എന്താ? ഫഖദ് തമസത് അലാമഹു ഫിൽ അവാലിമി, ലോകരിൽ ദീനിന്റെ മുഴുവൻ ചിഹ്നങ്ങളും അതിന്റെ പ്രകാശം കെടുത്തപ്പെട്ടിരുന്നു. വഖദ് സാറ ഇഖ്ബാലുൽ വറ വഹ്തിയാലുഹും അലാ ഹാദിഹി ദുനിയ വജംഇ ദറാഹിമി, ആളുകളുടെ മുഴുവൻ ഗമനം, അവരുടെ മുഴുവൻ വേല അത് അലാ ഹാദിഹി ദുനിയ, ദുനിയാവിന് വേണ്ടിയായിരുന്നു. വജംഇ ദറാഹിമി, ദീനാറുകൾ ദിർഹമുകൾ അത് ശേഖരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വഅബ്ദി അജീബ മിനൽ ഹുസ്നി വൽ അസ, ദുഃഖവും വേദനയും അതിൻ്റെ അത്ഭുതങ്ങൾ ഞാനിതാ പ്രകടിപ്പിക്കുന്നു. അലാ ഖില്ലത്തിൽ അൻസാരി മിൻ കുല്ലി ഹാസിമി, ദീനിനെ സഹായിക്കുവാൻ മനക്കരുത്തുള്ളവർ അത് വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നതിനാൽ എൻ്റെ ദുഃഖവും വേദനയും ഞാനിതാ പ്രകടിപ്പിക്കുന്നു എന്നാണ് കവി പറയുന്നത്. സുലൈമാൻ ഇബ്നു സഹ്മാന്റെ ദീവാനിൽ നിന്ന് അന്നത്തെ ദീനീ പശ്ചാത്തലത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണിത്. ദീനിന് വേണ്ടി ആളുകൾ കരയട്ടെ എന്നാണ്. കാരണം എന്താ? കാരണം അന്ന് ആ കാലഘട്ടങ്ങളിൽ ഇവിടെ വിശ്വാസം എന്താ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് വായിച്ചാൽ അതിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്തായിരുന്നു വിശ്വാസരംഗം എന്ന്. അതേപോലെ അൽ മസായിലുൽ ജാഹിലിയ, ജാഹിലിയത്തിലെ വിഷയങ്ങൾ എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്. അത് വായിച്ചാൽ അറിയാം അന്നത്തെ ജസീറത്തുൽ അറബിൽ ജാഹിലിയത്ത് ഇടം നേടിയത്. ഖബറുകൾ ആരാധിക്കപ്പെട്ടിരുന്നു, വൃക്ഷങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു, അതിന് തവാഫ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആത്മീയ രംഗം വളരെ മോശമായി. ഏലസുകൾ, ഉറുക്കുകൾ, ഐക്കല്ലുകൾ, മന്ത്രിച്ച നൂലുകൾ, ക്ഷുദ്രന്മാർ, ഇതൊക്കെയായിരുന്നു ആളുകളെ ഭരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജാസിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ ജരീർ ബിൻ അബ്ദുല്ലാ അൽ ബജലി നിയോഗിച്ചാണ് ദിൽ ഖലസ എന്ന് പറയുന്ന കാവും വിഗ്രഹവും നശിപ്പിച്ചത്. ദിൽ ഖലസ ബനു ദൗസിന്റെ ഒരു കാവായിരുന്നു ദിൽ ഖലസ. അറബികൾ അവർ കഅബൻ തവാഫ് ചെയ്യുമായിരുന്നു, മുശ്രിക്കീങ്ങൾ. പിന്നീട് അറേബ്യൻ ഗോത്രങ്ങൾ അവർ നാടോടികളാണ്.
അവർ നാടോടികളായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് കഅബ തവാഫ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് പറ്റൂല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടുന്ന് കല്ല് കൊണ്ടുപോയിട്ട് അത് അവരുടെ നാട്ടിൽ വെച്ചിട്ട് അവിടെ തവാഫ് നടത്തും. അങ്ങനെയാണ് കുറേ കഅബകൾ ഉണ്ടായിരുന്നു വിവിധ ഭാഗങ്ങളിൽ. അറേബ്യയിൽ കുറേ കഅബകൾ ഉണ്ടായിരുന്നു. എങ്ങനെ കഅബകൾ കുറേ വന്നത്? ഒരു കഅബയാണുള്ളത്, അത് മക്കത്താണ്. പക്ഷേ ഇവർ നാടോടികളാണ്. അവർ പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് മക്കയിൽ വന്നിട്ട് തവാഫ് ചെയ്യണ്ടേ? അതിന് പകരം എന്ത് ചെയ്യും? ഇവിടുന്ന് കല്ല് കൊണ്ടായിട്ട് അവിടെ വെച്ചിട്ട് അവിടെ തവാഫ്. അങ്ങനെ അവിടെ വേറൊരു കഅബയായി, അതൊരു ആരാധനാമൂർത്തിയായി. പിന്നെ ആ കല്ല് പൂജിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം അങ്ങനെയാണ്. അങ്ങനെ പല കഅബകൾ ഉണ്ടായിരുന്നു. ദിൽ ഖലസ അപ്രകാരം ഒരു ബനൂ ദൗസിന്റെ ആരാധന കേന്ദ്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് ശേഷം ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ദിൽ ഖലസയെ തൊട്ട് നിങ്ങൾ എനിക്ക് വിശ്രമം നൽകണം എന്നാണ്. ദിൽ ഖലസ അപ്പോഴും ആരാധിക്കപ്പെടുക. അങ്ങനെ ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കൂടെയുള്ള സൈന്യവുമായി പോയിട്ടാണ് ആ ദിൽ ഖലസയെ തകർത്ത് തിരിച്ചു വരികയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞ് എന്താ? ലാ തഖൂമു സ്സാഅ ഹത്താ തൽതരിബ അലിയാതു നിസാഉ ദൗസിൻ ഹൗല ദിൽ ഖലസ. ദിൽ ഖലസയെ ദൗസിലെ സ്ത്രീകൾ തവാഫ് ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. റസൂലുള്ള കാലേ കൂട്ടി പറഞ്ഞതാ. അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് ദിൽ ഖലസ ഇവിടെ ആരാധിക്കപ്പെടുന്നുള്ളത്, അതിന് തവാഫ് ഉണ്ടാവും എന്നുള്ളത്. ആലി സഊദ് കുടുംബം ഇവിടെ ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദിൽ ഖലസ വിഗ്രഹം ആരാധിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുന്നറിയിപ്പ് പുലർന്നിരുന്നു. അവിടെ പോയിട്ട് ആളുകൾ തവാഫ് ചെയ്തിരുന്നു, അതിനെ ആരാധിച്ചിരുന്നു. എത്രമാത്രം ആലി സഊദിന്റെ ഭരണങ്ങൾ പല ഘട്ടങ്ങളിലാണ്. അതിൻ്റെ തുടക്ക നാളുകളിൽ ദിൽ ഖലസയെ തകർത്തിരുന്നു. പക്ഷേ പിന്നീട് ആലി സഊദിന് ഭരണം നഷ്ടപ്പെടുകയുണ്ടായി. ഉസ്മാനിയ ഖിലാഫത്തിന്റെ വാക്താക്കൾ ഇവരെ പരാജയപ്പെടുത്തിയിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവർ പുനഃപ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ആ കാലയളവിൽ വീണ്ടും ദിൽ ഖലസയെ കൊണ്ടുവന്നിട്ട് ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി. പിന്നീട് അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ദിൽ ഖലസയെ തകർക്കുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് അന്ധവിശ്വാസങ്ങൾ. എത്ര ഖബറുകൾ ആരാധിക്കപ്പെട്ടിരുന്നു. മക്കയിൽ തന്നെ ആരാധിക്കപ്പെടുന്ന 2000-ഓളം ഖബറുകളുടെ ചരിത്രങ്ങൾ വായിച്ചത് ഓർക്കുകയാണ്. കഅബയുടെ പരിസരങ്ങളിൽ ഖബറുകൾ ആരാധിക്കപ്പെട്ടിരുന്നു. ജിദ്ദയിൽ ഉമ്മുൽ ബഷർ ഹവ്വ അലൈഹിസ്സലാം അവരുടെ പേരിൽ ആരാധിക്കപ്പെടുന്ന ഖബറുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മഖ്ബറ ആരാധിക്കപ്പെട്ടിരുന്നു. മദീനയിൽ പറയേണ്ടതില്ല. അതേപോലെ തന്നെ ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ഖബറുകൾ ധാരാളമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിന്റെ ഓരോ അധ്യായങ്ങൾ നോക്കി നിങ്ങൾ അന്നത്തെ മുസ്ലിമീങ്ങളെ ചികിത്സിക്കുവാനും അവരെ സമുദ്ധരിക്കുവാനുമാണ് അധ്യായങ്ങൾ ക്രോഡീകരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം എന്താണ്, കലിമത്തു തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിച്ചവർ, പിന്നീട് ഷിർക്കിന്റെ അപകടം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നവർ, ദുരിതം പോകാൻ ബുദ്ധിമുട്ടുകൾ മാറുവാൻ ഏലസും ഐക്കല്ലും കെട്ടുന്നവർ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നവർ തുടങ്ങി ഓരോ അധ്യായങ്ങൾ നോക്കൂ നിങ്ങൾ. അതെന്തുകൊണ്ടാ? അതായിരുന്നു അന്നത്തെ മുസ്ലിമീങ്ങളുടെ ദീനി അവസ്ഥ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നാണ്. ഒരു വിഭാഗം ആളുകൾ മതപണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർ തുലാം കുറവായിരുന്നു, അവർക്ക് വേണ്ടത്ര സ്വാധീനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നേര്. പക്ഷേ അധികാരത്തിന്റെ ബലത്തിൽ ഒരു നവജാഗരണ പ്രക്രിയ മുഅസ്സിസുദ്ദൗല അബ്ദുൽ അസീസ് ഇബ്ൻ അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിക്കുകയുണ്ടായപ്പോൾ ഈ നാട് ഇന്ന് കാണുന്ന വിധം ശുദ്ധീകരിക്കപ്പെടുകയും സൃഷ്ടിപൂജയിൽ നിന്നും അതേപോലെ തന്നെ വിഗ്രഹാരാധനകളിൽ നിന്നും ഖബറാരാധനകളിൽ നിന്നുമൊക്കെ ഈ നാടിനെ ശുദ്ധീകരിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അബ്ദുൽ അസീസ് രാജാവ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അനുഗ്രഹീതമായ വ്യക്തിത്വമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇന്ന് പണ്ട് കാലങ്ങളിൽ ഇവിടുത്തെ സാമൂഹിക സ്ഥിതി എന്താണ്, ഇവിടുത്തെ സുസ്ഥിരത എങ്ങനെയാണ്? ഒരാൾ ഹജ്ജിന് വന്നിരുന്നുവെങ്കിൽ നിർഭയത്വത്തിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുവാൻ സാധിക്കുമായിരുന്നില്ല. വഴിക്കൊള്ളക്കാരും ഗോത്രത്തിലെ വാക്താക്കളും ഹാജിമാരെ പിഴിഞ്ഞും അവരെ കൊള്ള ചെയ്തുമായിരുന്നു അന്ന് കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരു സുസ്ഥിരത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നോക്കൂ നിങ്ങൾ, ഹജ്ജിൽ എത്ര സമാധാനത്തിൽ നിർഭയത്വത്തിൽ
സുഖത്തിലാണ് ആളുകൾ ഹജ്ജ് ചെയ്യുന്നത്. ദീനിൻ്റെ ഓരോ അവസ്ഥകൾ നമ്മൾ എടുത്തു നോക്കുക. ഈ രാഷ്ട്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള രാഷ്ട്രങ്ങളിൽ വരെ, ചില രാഷ്ട്രങ്ങളിൽ വരെ ദീനി നിഷ്ഠമായി ജീവിക്കുവാൻ എത്ര പ്രയാസമാണ്. അവിടെ ഭരണസുസ്ഥിരതയില്ലാതെ, അതേപോലെ തന്നെ ആളുകൾക്ക് നിർഭയത്വമില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന പ്രജകളുടെ എണ്ണം എത്രയാണ്. ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന കൈകളിൽ ബോംബുകളാണ് വന്നു വീഴുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കി. അള്ളാഹു അനുഗ്രഹം നിലനിർത്തുമാറാവട്ടെ. ഇതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർത്തുകയാണ്. പലരും അമുസ്ലിമീങ്ങൾ വരെ, ഈ നാടിനോട് ഈറയുള്ള ചില മനുഷ്യന്മാരുണ്ട്. അവർ വരെ ഇവിടെ ജീവിക്കുവാൻ കൊതിക്കുകയും ഇവിടുത്തെ ഈ ദീനി നിഷ്ഠമായ ജീവിതം തുടർത്തുവാനും ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഈ നാട്ടിൽ ഉപരിപഠനം പൂർത്തീകരിച്ചവരാണ്. ഞാൻ എടവണ്ണ ജാമിഅ നദവിയയിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പഠിച്ചത് അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ എന്ന മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ്. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ 6000 വിദ്യാർത്ഥികളാണ്. അതിൽ 70% വിദേശികളാണ്. 30% ഇവിടുത്തെ സ്വദേശികളുള്ളത്. ഈ 70% വിദ്യാർത്ഥികൾ 6000-ൽ ഓരോരുത്തരും 841 റിയാൽ സ്റ്റൈഫൻഡ് ഗവൺമെൻറ്റിൽ നിന്ന് സ്വീകരിച്ച്, പഠന ഉപകരണങ്ങളും ഗ്രന്ഥങ്ങളും ഫ്രീ ആയി സ്വീകരിച്ച്, വർഷത്തിൽ 2 തവണ 1500 റിയാൽ വീതം വസ്ത്രത്തിന് സ്വീകരിച്ച്, വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് പോയി വരുവാനുള്ള ടിക്കറ്റ് ഫ്രീ ആയി സ്വീകരിച്ച് പഠനം നിർവഹിച്ചവരാണ്. പഠിച്ചത് ഞങ്ങൾ ദീനീ വിജ്ഞാനങ്ങളാണ്. ഇസ്ലാമിക ശരീഅത്ത് പഠിക്കുന്നുണ്ട്. ഇസ്ലാമിക ദഅവത്ത് പഠിക്കുവാൻ ഒരു ദഅവ കോളേജ് സ്പെഷ്യലാണ്. കുലിയത്തു ശരീഅ, കുലിയത്തു ദഅവ, കുലിയത്തുൽ ഖുർആൻ. ഖുർആൻ കോളേജിൽ ഖുർആൻ ഹാഫിളായവർക്കാണ് പ്രവേശനം. അല്ലെങ്കിൽ 20 ജുസെങ്കിലും ഹാഫിളായിരിക്കണം. പിന്നീട് കുല്ലിയത്തുൽ ഹദീസ്, പിന്നീട് കുല്ലിയത്തുൽ ലുഗ. ഇതാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിൻ്റെ. പിന്നെ ഭാഷ പഠിച്ചിട്ടില്ലാത്തവർക്ക് ഭാഷ പഠിക്കുവാനുള്ള, അറബി ഭാഷ പഠിക്കുവാനുള്ള കോഴ്സ്, അതേപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ. ഇത് ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാത്രമല്ല. റിയാദിൽ കിങ് സൗദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, മക്കയിൽ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ഉണ്ട്, ജിദ്ദയിൽ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. കിങ് സൗദ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശാഖകൾ പല സ്ഥലങ്ങളിലുണ്ട്, പുറം നാടുകളിൽ വരെയുണ്ട്. ഇവിടെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫിലിപ്പൈൻ ഇതായി കിങ് സൗദ് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ച് ഫിലിപ്പൈനിലുണ്ട്. അവിടുന്ന് പഠിച്ചിറങ്ങിയാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നത് ഇതേപോലെ ആനുകൂല്യം സ്വീകരിച്ചിട്ടാണ്. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ കുറവുള്ള യൂണിവേഴ്സിറ്റിയാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അവിടെ പഠിച്ചിറങ്ങിയതാണ് ഞാൻ. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ, കിങ് സൗദ് യൂണിവേഴ്സിറ്റി, അവിടേക്കുള്ള വിദ്യാർത്ഥികൾ ധാരാളമാണ്. 30,000, 10,000 ഇങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥികൾ. ഒക്കെ ദീന് പഠിക്കുന്നു, ദഅവത്ത് പഠിക്കുന്നു, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, തിരുസുന്നത്ത് പഠിക്കുന്നു. എവിടെ നിന്ന്? ഈ രാഷ്ട്രത്തിൻ്റെ തണലിൽ, അതിൻ്റെ നിർഭയത്വത്തിൽ, അവരുടെ ചെലവിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഈ വിശുദ്ധ ഖുർആൻ അടിച്ചിറങ്ങുന്നത് മുജമ്മുൽ മലിക് ഫഹദ് ലിത്തിബാഅത്തിൽ മുസ്ഹഫ് ഷരീഫ്. അത് ഈ നാടിൻ്റെ സംഭാവനയാണ് ലോകർക്ക്. അതേപോലെ തന്നെ ഇതാ വരുന്നു വിശുദ്ധ സുന്നത്തിനെ പ്രചരിപ്പിക്കുന്നതായ സ്ഥാപനം. അതേപോലെ തന്നെ കിങ് മുജമ്മുൽ മലിക് ഫഹദിൽ വിവിധ ഗ്രന്ഥങ്ങൾ വിവിധ ഭാഷകളിൽ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരിഭാഷകൾ, ഇങ്ങനെ ദീനി ഖിദ്മത്തിൽ ലോകർക്ക് പള്ളികൾ, അതേപോലെ തന്നെ ദീനി സ്ഥാപനങ്ങൾ, ഇതര സഹായങ്ങൾ, അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നാടാണ് ഈ സൗദി അറേബ്യ. പല കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് പറയാൻ നമുക്ക് സമയമുണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു ഈറയോ പലരും വെച്ചു പുലർത്തുന്നത് പോലുള്ളതായ ഒരു പകയോ അസൂയയോ അല്ല വേണ്ടത്. ഒരു ഗുണകാംക്ഷയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുമാണ് വേണ്ടത്. ഈ നാടിനു വേണ്ടി, അതിൻ്റെ സാരഥികൾക്ക് വേണ്ടി, അവരുടെ പിതാക്കന്മാർ ചെയ്തതായ ആ സേവന പരമ്പരയിൽ ദീനിനു വേണ്ടി, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും വേണ്ടി
തുടർന്നു പോകുവാൻ ശേഷക്കാർക്ക് തൗഫീക്കിന് വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആയിരക്കണം എന്നാണ് എനിക്ക് ഈ സമയത്തിൽ ഉണർത്തുവാനും ഉപദേശിക്കുവാനുമുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാടിൻ്റെ നിർഭയത്വവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തുമാറാവട്ടെ. ഈ നാടിൻ്റെ നേതൃത്വവും ഇതിൻ്റെ അഖീദയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖേക്ക് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ കൂടിയിരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഹലാലായ മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد. اللهم احفظ هذا البلد. اللهم احفظ هذه البلاد أمنها ورخاءها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.